ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പർച്ചേസ്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്. ആ ഫാക്ടേഴ്സ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? പർച്ചേസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിലുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസിങ് പാരാമീറ്റേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുക. These are the influencing parameters: performance, features, service, warranty, price, then reputation. And last one is reputation. First one, performance. What is performance? Performance involves fitness for use. ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശത്തോടെയാണോ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അതിന് സ്യൂട്ടായിരിക്കണം. ഫിറ്റ്നസ് ഫോർ യൂസ്, പർപ്പസ് എന്താണോ ആ പർപ്പസ് 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം കസ്റ്റമറുടെ കയ്യിലെത്തുന്നത്. ദെൻ ദാറ്റ്സ് പെർഫോമൻസ്. അവൈലബിലിറ്റി. എന്താണ് അവൈലബിലിറ്റി? അവൈലബിലിറ്റി വിച്ച് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പ്രോഡക്റ്റ് വിൽ ഓപ്പറേറ്റ് വെൻ നീഡഡ്. ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ള സമയത്തെല്ലാം അതെന്താണോ അതിൻ്റെ പെർഫോമൻസ് അത് കാണിക്കണം. മീൻസ് നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുന്നു, കാറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഗുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാകാം, എന്തായാലും ട്രാൻസ്പോർട്ടേഷനാണ് അൾട്ടിമേറ്റ് ആയിട്ടും ഒരു ഓട്ടോമൊബൈലിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ കാറ് ആ ട്രാൻസ്പോർട്ടേഷന് സ്യൂട്ടബിൾ അല്ല, മീൻസ് അത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നില്ല, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണോ അത് കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ വന്നാൽ കസ്റ്റമറുടെ ഹാപ്പി അല്ല. അപ്പോൾ ഫസ്റ്റ് എന്താണോ ഒരു പ്രോഡക്റ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അത് പൂർണ്ണമായും 100% നിർവഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ അതായിരിക്കും കസ്റ്റമർ ആദ്യം എയിം ചെയ്യുന്നു. ഒരു കാറാണെങ്കിൽ കാർ ഓടുന്നു, പെൻസിലാണെങ്കിൽ പെൻസിൽ എഴുതാൻ സാധിക്കുന്നു, അത്തരത്തിൽ എക്സെട്ര. ദെൻ റിലയബിലിറ്റി. അതോടൊപ്പം തന്നെ കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു പാരാമീറ്ററാണ് റിലയബിലിറ്റി. ആ പ്രോഡക്റ്റ് എത്ര നാൾ ഫെയിലിയർ ഇല്ലാതെ റൺ ചെയ്യാൻ സാധിക്കും. റിലയബിലിറ്റി വിച്ച് ഈസ് ഫ്രീഡം ഫ്രം ഫെയിലിയർ ഓവർ ടൈം. ഒരു പ്രോഡക്റ്റ് അത് എത്ര നാൾ അതിന് ഫെയിലിയേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ റൺ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പീരീഡ്, ദാറ്റ്സ് റിലയബിലിറ്റി. അത് കൂടുതലാണെങ്കിൽ കസ്റ്റമർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകും. ഒരു പ്രോഡക്റ്റ് മേടിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ ഫെയിലിയർ ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ റിലയബിൾ വൺ. അപ്പോൾ കസ്റ്റമേഴ്സ് അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരും. അപ്പോൾ എപ്പോഴും കസ്റ്റമറുടെ ഒരു ലിസ്റ്റിലുണ്ടാവുക റിലയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ദെൻ മെയിൻറ്റെയിനബിലിറ്റി വിച്ച് ഈസ് ദ ഈസ് ഓഫ് കീപ്പിംഗ് ദ പ്രോഡക്റ്റ് ഓപ്പറബിൾ. ഒരു പ്രോഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ്. മീൻസ് ഒരു കാറാണെങ്കിൽ ആ കാറ് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നു, അപ്പോൾ അതിന് വേണ്ട മെയിൻ്റനൻസ് അത് എത്രത്തോളം ഈസിയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പർച്ചേസും. ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് എങ്കിൽ അത് കസ്റ്റമർ ഓപ്റ്റ് ചെയ്യുന്നതിൽ അവർ ഓപ്റ്റ് ചെയ്യാതിരിക്കും. ദെൻ ഫീച്ചേഴ്സ്. സെക്കൻഡ് പാരാമീറ്ററാണ് ഫീച്ചേഴ്സ്. എന്താണ്? ഫീച്ചേഴ്സ് ആർ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ സംബന്ധിച്ച് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ദാറ്റ്സ് ഫീച്ചേഴ്സ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഈസ് ട്രാൻസ്പോർട്ടേഷൻ, വെയറസ് എ കാർ സ്റ്റീരിയോ സിസ്റ്റം ഈസ് എ ഫീച്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ എക്സാമ്പിളായിട്ടൊരു കാർ എടുത്തു. ആ കാറിനെ സംബന്ധിച്ച് പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് അതിൽ പോകാൻ സാധിക്കണം. ദെൻ ആ ഒരു പ്രൈമറി ഫങ്ഷനോടൊപ്പം അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റീരിയോ സിസ്റ്റം വെച്ചു, അതല്ലെങ്കിൽ ആ കാറിനകത്തൊരു AC വെച്ചു, അതല്ലെങ്കിൽ പവർ വിൻഡോ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്ന വൈപ്പർ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു വെഹിക്കിൾ രാത്രിയിൽ വരുമ്പോൾ ആ വെഹിക്കിളിന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഫീച്ചേഴ്സ്, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒരു പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഫീച്ചേഴ്സ് എല്ലാം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്കിൽ കസ്റ്റമർ ആ പ്രോഡക്റ്റ്
വാങ്ങിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നതിനും കാരണമാകും. അപ്പോൾ ഒരു കാറിനെ സംബന്ധിച്ച് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈമറി ഫങ്ഷനായ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ആ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എ സി ഇല്ലാതെയും എ സി ഉണ്ടെങ്കിലും നമുക്കത് പറ്റും. കാരണം എ സി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, ആഡ് ഓൺ ഫീച്ചറാണ്. പക്ഷേ ആ എ സി ഉള്ളപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് കൂടുതൽ കംഫർട്ടബിൾ ആകുന്നുവെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സും ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അങ്ങനെ വന്നാൽ ആ എ സി എന്ന് പറയുന്നൊരു ഫീച്ചർ ആ ഒരു കാറിൻ്റെ സെയിലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററായി മാറുന്നു. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറിയിൽ നിന്ന് മാറി സെക്കൻഡറി ആയിട്ടുള്ള ആ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കാൾ ചെയ്യുക. പക്ഷേ ഇന്ന് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മൊബൈൽ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കൂടുതലും സാറ്റിസ്ഫൈഡ് ആക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ദെൻ തേർഡ് വൺ, സർവീസ്. അപ്പോൾ സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സർവീസിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ എങ്ങനെ സർവീസിങ് ചെയ്യുന്നു എന്നുള്ളതും. ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ പ്രോഡക്റ്റിൻ്റെ ഒരു ഫെയിലിയർ ഉണ്ടായി, ദെൻ അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി റെഡിയാക്കുമ്പോൾ ആ സർവീസ് സെൻറ്ററിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു അപ്രോച്ച്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്ന് വെളിവാകുക. അപ്പം അത്തരത്തിൽ സർവീസ് സെൻറ്ററിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് അത് ആ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രോച്ച് അത്ര നല്ലതല്ല എങ്കിൽ ആ ഒരു കസ്റ്റമർ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് പറയും ഈ ഒരു പ്രോഡക്റ്റ് ഓപ്റ്റ് ചെയ്യേണ്ട, കാരണം സർവീസിങ് വളരെ മോശമാണെന്ന് പറയും. ഇനി അതല്ല, സർവീസ് അവൈലബിലിറ്റി ആകാം. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് സർവീസ് അടുത്തെങ്ങും അവൈലബിൾ അല്ല, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കേസിലും ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് താല്പര്യമില്ലാതാകും. കാരണം അവർക്ക് പെട്ടെന്നൊരു ഫെയിലിയർ ഉണ്ടായി, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട വന്നു, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ടൈം എടുത്തു കൂടുതൽ അത് റെഡിയാക്കി കിട്ടാൻ. അപ്പം അത്തരത്തിൽ സർവീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then providing excellent customer service is different from and more difficult to achieve than excellent product quality. അപ്പോൾ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു സർവീസിലൂടെ തന്നെ എന്താ ചെയ്യുക, വാല്യൂ കൂട്ടുകയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും കൂട്ടുന്നതിന് കാരണമാകുന്നു. കാരണം ഒരു പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷേ അതിൻ്റെ സർവീസിങ് വളരെ മോശമാണ്. അത് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അതല്ല ആ പ്രോഡക്റ്റിന് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് ശരിയാക്കി കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ കസ്റ്റമറിന് ആ ഒരു കസ്റ്റമറും കമ്പനിയും തമ്മിൽ ഉള്ള ആ ഒരു ഡീലിംഗ് മീൻസ് കസ്റ്റമേഴ്സ് അവരുടെ ഷോപ്പിലൂടെ പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഷോപ്പ്. അപ്പോൾ ആ ഒരു ഷോപ്പും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫെയിലായി കഴിയുമ്പോൾ ആ ഫെയിലായതിനു ശേഷം അത് ശരിയാക്കാൻ കൊടുക്കുന്ന സർവീസ് സെൻറ്റർ, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് സ്മൂത്ത് അല്ല എങ്കിൽ കസ്റ്റമർ ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഓപ്റ്റ് ചെയ്യുന്നത് താല്പര്യമില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ്, കസ്റ്റമറിന് വേണ്ട സർവീസ് എവിടെയൊക്കെയാണോ വേണ്ടത് അത് എക്സലൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമറിനുണ്ടാകുന്ന സംശയങ്ങൾ, പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സംശയങ്ങൾ, ഇനി പ്രോഡക്റ്റിന് ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ തുടങ്ങി കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ഒരു സർവീസിങ് സെക്ഷനിൽ വരുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് എക്സലൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെ കസ്റ്റമർ കൂടുതൽ ഹാപ്പിയാകും. ഓർഗനൈസേഷൻസ് ദാറ്റ് എംഫസൈസ് സർവീസ് നെവർ സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ ആൻഡ് ഫൈൻഡിങ് വേസ് ടു സെർവ് ദെയർ കസ്റ്റമേഴ്സ് ബെറ്റർ even if their customers are not complaining. അതായത് കസ്റ്റമേഴ്സ് കംപ്ലൈൻ ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും, മീൻസ് പ്രോഡക്റ്റ് അത്ര ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായിട്ട് ഇറക്കിയാൽ കൂടിയും എന്ത് വേണം, സർവീസിങ് വേണം, സർവീസ് സെൻറ്റേഴ്സ് വേണം. കാരണം കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള സെൻറ്റേഴ്സ് വേണം. അവർക്ക് ഒരു ഏരിയയിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇറക്കി, പക്ഷെ അവിടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, കാരണം പ്രോഡക്റ്റ് എല്ലാം നല്ല രീതിയിൽ റൺ ചെയ്യുന്നു എങ്കിൽ കൂടിയും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സർവീസിങ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം.
അപ്പോൾ അതാണ് ഫൈൻഡിങ് വേസ് ടു സെർവ് ദെയർ കസ്റ്റമേഴ്സ് ബെറ്റർ. എപ്പോഴും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനുള്ള ഒരു പ്രൊവിഷൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ദെൻ ഫോർത്ത് വൺ, വാറണ്ടി. വാറണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം വാറണ്ടി ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് എങ്കിൽ അവിടെ കസ്റ്റമർ അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടില്ല. കാരണം വാങ്ങിച്ചു, അതിനുള്ളിൽ പെട്ടെന്ന് അത് ഫെയിലർ ആയി മാറി, അങ്ങനെയെങ്കിൽ അത് റെഡിയാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വീണ്ടും ശരിയാക്കുന്നതിൽ കസ്റ്റമറിന് കൂടുതൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കില്ല. മറിച്ച് 1 ഇയർ വാറണ്ടി, 5 ഇയർ വാറണ്ടി, 10 ഇയർ വാറണ്ടി ഒക്കെയുള്ള പ്രോഡക്റ്റാണ് എങ്കിൽ കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. കാരണം ആ വാറണ്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒന്ന് പ്രോഡക്റ്റിനൊരു ഫെയിലർ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, പാർട്സ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കേസിൽ കമ്പനിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഫ്രീ ആയിട്ട് കസ്റ്റമറിന് കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് താല്പര്യം കാണിക്കും. എ പ്രോഡക്റ്റ് വാറണ്ടി represents the organization's public promise of a quality product backed up by a guarantee of customer satisfaction. ഇപ്പോൾ ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ തന്നെ കമ്പനി എന്നെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 5 ഇയർ വാറണ്ടിയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 5 വർഷം അത് ഫെയിലിയർ ഇല്ലാതായി വർക്ക് ചെയ്യുമെന്നുള്ള കമ്പനിയുടെ ഒരു ഉറപ്പ്, ഒരു അഷ്വറൻസ് നമുക്ക് തരുക ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് തരുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൽ 15 ഇയർ വാറണ്ടി ഉണ്ട്, അതിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു ഓർഗനൈസേഷൻ പറയുമ്പോൾ ആ പ്രോഡക്റ്റ് അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ള ഒരു വിശ്വാസ്യത അത് കസ്റ്റമേഴ്സിൽ ജനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അത്രയും വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് കസ്റ്റമർ ഉറപ്പായിട്ടും വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് വാറണ്ടി റെപ്രസെൻറ്റ്സ് ദ ഓർഗനൈസേഷൻസ് പബ്ലിക് പ്രോമിസ് ഓഫ് എ quality product. Then a warranty forces the organization to focus on the customer's definition of product and service quality. അപ്പോൾ ഒരു വാറണ്ടിയോടെ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നു കസ്റ്റമറിലേക്ക്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലേക്ക്. The warranty encourages customers to buy a service or product by reducing the risk of the purchase decision and it generates more sales. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എങ്കിൽ അവിടെ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് താല്പര്യം കാണിക്കും. വാറണ്ടി ഇല്ലാത്തതാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കത്തില്ല എന്നൊരവസ്ഥയിലേക്കാണ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു പോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. Then fifth point, that is price. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് പ്രൈസ്. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എത്ര പ്രൈസ് റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റാണ് എന്നുള്ളത് എപ്പോഴും കസ്റ്റമർ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ ബഡ്ജറ്റ് ആദ്യം ഫിക്സ് ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റിലേക്ക് പോവുക. ആ ബഡ്ജറ്റിനുള്ളിൽ ഏറ്റവും നല്ല ഫീച്ചേഴ്സിനും നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു മാർക്കറ്റിൽ പല റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകും. ടോപ്പായിട്ട് കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാകും, അതിൽ മിഡിൽ റേഞ്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഏത് കസ്റ്റമറിനെയാണോ ഒരു ഓർഗനൈസേഷൻ എയിം ചെയ്യുന്നത്, അപ്പോൾ അവരെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ സാധിക്കണം. കാരണം ആ കസ്റ്റമേഴ്സൊക്കെയും അവരുടേതായ ഒരു പ്രൈസ് റേഞ്ച് വെച്ചുകൊണ്ടായിരിക്കും ആ പ്രോഡക്റ്റിനെ ക്വാളിറ്റി തീരുമാനിക്കുക. ദെൻ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ദ ലോവർ പ്രൈസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് ലോവർ പ്രൈസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ക്വാളിറ്റിയും കൂട്ടിക്കൊണ്ട് എന്നാൽ വളരെ ലോ പ്രൈസിലേക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷന് പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു, ഫെയിലിയർ കോസ്റ്റും പ്രിവെൻഷനും അപ്രൈസൽ കോസ്റ്റും അതുപോലെ തന്നെ വെച്ചുകൊണ്ടുള്ള ആ ജുറാൻ മോഡൽ. അവിടെ എപ്പോഴും നമുക്കൊരു ഒപ്റ്റിമം ക്വാളിറ്റിയിലാണ്, ആ ഒപ്റ്റിമം ക്വാളിറ്റിയിലാണ് ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുക. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എയിം വെച്ചായിരിക്കും ഒരു ഓർഗനൈസേഷൻ പ്രോഡക്റ്റ് ഇറക്കുക. നമ്മൾ ടെബോൾ മോഡൽ കണ്ടു. ടെബോൾ മോഡലിലെ പോലെ 100% കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിക്കുകയല്ല,
അല്ലെങ്കിൽ 100%ഉം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ കസ്റ്റമർ എന്തൊക്കെയാണോ കസ്റ്റമറുടെ ആവശ്യകതകൾ, അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യുക. അപ്പോഴും മാക്സിമം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ ഓർഗനൈസേഷൻ എപ്പോഴും എൻഷുർ ചെയ്തുകൊണ്ടേയിരിക്കണം. ദെൻ in our competitive environment, each customer's concept of value is continually changing. ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രൈസിനെ കുറിച്ചുള്ള ഒരു അപ്രോച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേർ നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാകും. ചിലർ ചീത്ത പ്രോഡക്റ്റ് ആണെങ്കിലും വിലക്കുറവ് കിട്ടിയാൽ കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ എന്ന ധാരണയിൽ വാങ്ങിക്കാം. അപ്പോൾ അത്തരത്തിൽ ആൾക്കാരുടെ ഒരു മൈൻഡ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം കഴിയും തോറും കൂടുതലും പ്രൈസ് മാത്രം വെച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ക്വാളിറ്റിയും ഒരു പരിധി വരെ എയിം ചെയ്യുന്ന രീതിയിലേക്ക് കസ്റ്റമേഴ്സ് മാറുകയാണ്. അതായത് മികച്ചൊരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിലയബിലിറ്റി ഉണ്ട് എങ്കിൽ അത് ലാഭമാണ് എന്നൊരു രീതിയിലേക്ക് മാറുന്നു. മറിച്ച് വളരെ ലോ പ്രൈസിലുള്ളൊരു പ്രോഡക്റ്റ് തീരെ കുറഞ്ഞ ക്വാളിറ്റിയിൽ കിട്ടി അത് കുറച്ച് നാളത്തേക്ക് ഉപയോഗിച്ച് ഫെയിലിയർ ആവുന്നതിനേക്കാളും നല്ലത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, കുറച്ച് പ്രീമിയം കാറ്റഗറിയുള്ള ഒരു പ്രോഡക്റ്റ് പൈസ കൊടുത്ത് തന്നെ വാങ്ങി അത് കൂടുതൽ റിലയബിലിറ്റിയിലേക്ക് മാറുന്നത് തന്നെയാണ് നല്ലത് എന്ന ചിന്താഗതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ആൾക്കാരുടെ ഒരു ഓവറോൾ ഒപ്പീനിയൻ എബൌട്ട് പ്രൈസ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും മാർക്കറ്റിലെ ഒരു ഓവറോൾ നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ക്വാളിറ്റിയും പ്രോഡക്ട്സും അതുപോലെ തന്നെ ലോവർ പ്രൈസിൽ അവൈലബിൾ ആകുക എന്നുള്ളതായിരിക്കും. ദെൻ റെപ്യൂട്ടേഷൻ. എപ്പോഴും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമേഴ്സ് നോക്കുന്ന ഒന്നാണ് റെപ്യൂട്ടേഷൻ. ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡിൻ്റെയാണ്, അവരുടെ പാരമ്പര്യം എങ്ങനെ, എത്ര വർഷം അവർ എത്ര ഇയേഴ്സ് എന്നുള്ളത് അവർ നോക്കും. അപ്പം അത്തരത്തിൽ ഒരു ബ്രാൻഡ് വാല്യൂ എങ്ങനെയുണ്ട് മാർക്കറ്റിൽ എന്നതിൻ്റെ ബേസിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ എൻറ്റയർ എക്സ്പീരിയൻസ് വിത്ത് ദ ഓർഗനൈസേഷൻ, നോട്ട് ജസ്റ്റ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു അതിൽ ഓക്കെ, പക്ഷേ അത് മാത്രമല്ല എപ്പോഴും കസ്റ്റമർ എയിം ചെയ്യുക. മീൻസ് ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു പ്രോഡക്റ്റ് ഏത് ബ്രാൻഡിൻ്റെ ആണോ ആ ബ്രാൻഡുമായിട്ടുള്ള എൻറ്റയർ ആയിട്ട് വരുന്ന ഡീലിങ്സ്, എക്സ്പീരിയൻസ്. മേ ബി ഒരു പ്രോഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷേ അതിൻ്റെ സർവീസിങ് മോശമായി കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ അൺഹാപ്പി ആയി മാറും. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുമ്പോൾ അത് മോശമാണെങ്കിൽ അവിടെ കസ്റ്റമർ അൺഹാപ്പി ആയി മാറും. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വാറണ്ടി ക്ലെയിംസുകളോ വാറണ്ടി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള കേസ് വരുമ്പോൾ അവിടെ കസ്റ്റമർ അൺഹാപ്പി ആവുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നടക്കാതെ വരും. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ അവർ നോക്കും ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഇറക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി എന്താണ്, അവരുടെ പാരമ്പര്യം എന്താണ്, മാത്രമല്ല ആ കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് ബാക്കി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് എങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും റിവ്യൂസ് കാണും. അപ്പോൾ ഓരോ ബ്രാൻഡിനെയും അവർ അതിൻ്റെ പ്രോഡക്റ്റുകളെയും വെച്ചുകൊണ്ടുള്ള റിവ്യൂസ് നോക്കിക്കൊണ്ട് ഒരു ഓവറോൾ മാർക്കിംഗ് ഇടും. പ്രോഡക്റ്റിനും മാർക്കിംഗ് ഇടും, അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ബ്രാൻഡ് അതിനും മാർക്കിംഗ് ഇടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒന്നിലേക്ക് മാറുക. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വളരെ ലോ ക്വാളിറ്റി ഒരു ഓർഗനൈസേഷൻ വളരെ ലോ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേര് വിലക്കുറവായതുകൊണ്ട് വാങ്ങിച്ചു, പക്ഷെ അതിന് റിലയബിലിറ്റി വളരെ കുറവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങിക്കില്ല. മറിച്ച് ഒരു പ്രീമിയം പ്രോഡക്റ്റ്, അതോടൊപ്പം തന്നെ അതിന് റിലയബിലിറ്റിയും വളരെ കൂടുതലാണ്, ബ്രാൻഡ് വാല്യൂ നന്നായിട്ടുണ്ട്, എന്നാൽ ഒരു പരിധി വരെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആണെങ്കിൽ അത് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കും. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ എ പ്രീമിയം ഫോർ എ നോൺ ഓർ ട്രസ്റ്റഡ് ബ്രാൻഡ്. ഇപ്പോൾ അഡിദാസ് അല്ലെങ്കിൽ നൈക്കി, വുഡ്ലൻഡ് പോലുള്ള ബ്രാൻഡ് അതിൽ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ റിലയബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളത് വന്നു കഴിയുമ്പോൾ
കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ പൈസ കൊടുത്തായാലും കൂടുതൽ നാൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്ന് പ്രിഫർ ചെയ്യും. കാരണം വളരെ കുറഞ്ഞൊരു പൈസയിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് വളരെ പെട്ടെന്ന് പോകുന്നതിനേക്കാളും നല്ലതാണ് റിലയബിൾ ആയിട്ടുള്ള ഒന്നിലേക്ക് നോക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് കസ്റ്റമേഴ്സ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഈ ബ്രാൻഡ് വാല്യൂ അതെപ്പോഴും നോക്കിയിട്ടായിരിക്കും. കാരണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് വാല്യൂ. Then it takes months to find a customer, seconds to lose one. അപ്പോൾ ഒരു കസ്റ്റമറിനെ ലഭിക്കുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. മാത്രമല്ല ആ കസ്റ്റമർ വീണ്ടും വീണ്ടും അവരുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആ പ്രോഡക്റ്റിൽ എൻഷുർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരത്തിൽ എൻഷുർ ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമറിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ, മേ ബി സർവീസിങ്ങിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ കമ്പനിയിലെ ഫ്രണ്ട് ലൈൻ എക്സിക്യൂട്ടീവും കസ്റ്റമറും തമ്മിലുള്ള ഡീലിങ്സിലായിരിക്കാം, എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എന്നേക്കുമായി വാങ്ങാത്തൊരു സ്ഥിതിയിലേക്ക് കസ്റ്റമർ വരാം. അപ്പം അതുകൊണ്ടാണ് ഇറ്റ് ടേക്സ് മന്ത്സ് ടു ഫൈൻഡ് എ കസ്റ്റമർ ബട്ട് സെക്കൻഡ്സ് ടു ലൂസ് വൺ. അപ്പം അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എന്താണോ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമറിന് ഡെലിവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി, അത് സർവീസിങ്ങിലുള്ള ക്വാളിറ്റി ആയിരിക്കാം, പ്രോഡക്റ്റിലുള്ള ക്വാളിറ്റി ആയിരിക്കാം, എന്തായാലും അത് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിലേക്ക് എപ്പോഴും ലൈഫ് ലോങ് എന്ന രീതിയിലേക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ അവിടെ കമ്പനിക്ക് സക്സസ് പറയാൻ സാധിക്കൂ. ദെൻ ഡു യു നോ യുവർ കസ്റ്റമർ? ആരാണെന്ന് കസ്റ്റമർ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് നമ്മൾ മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തതായിരുന്നു. ജുറാൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്ന് മാത്രമല്ല, ഇൻറ്റേർണൽ ആയിട്ടുള്ളതും കസ്റ്റമേഴ്സാണ്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ഇൻറ്റേർണൽ കസ്റ്റമേഴ്സും ഉണ്ട്. രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഈ കസ്റ്റമേഴ്സിനെ രണ്ടായിട്ട് തിരിച്ചത്, എക്സ്റ്റേണൽ എന്നും ഇൻറ്റേർണൽ എന്നും? കാരണം എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ മാക്സിമം ഇംപ്രസ് ചെയ്ത് അവരെ ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റുകളിൽ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കണമെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഡെലിവറി ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ ഒരു ഓർഗനൈസേഷന് ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ആരാണ്? ഇൻറ്റേർണൽ കസ്റ്റമറായ എംപ്ലോയീസ്. അപ്പോൾ ആ ഇൻറ്റേർണൽ കസ്റ്റമറിനെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമേ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ കസ്റ്റമറിന് ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഇൻറ്റേർണൽ കസ്റ്റമറിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കണം. Then customers, external and internal. An external customer can be defined in many ways, such as the one who uses the product or service, the one who purchases the product or service. അപ്പോൾ എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റ് എന്താണോ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സർവീസ് എന്താണോ അത് യൂസ് ചെയ്യുന്ന വ്യക്തി ആരോ, ദാറ്റ്സ് എൻഡ് കസ്റ്റമർ, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ കസ്റ്റമർ. ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് പുറത്താണ്. കാരണം ഓർഗനൈസേഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ദെൻ എവറി ഫങ്ഷൻ, വെദർ ഇറ്റ് ഈസ് എഞ്ചിനീയറിംഗ്, ഓർഡർ പ്രോസസ്സിംഗ് ഓർ പ്രൊഡക്ഷൻ, ആസ് ആൻ ഇൻറ്റേർണൽ കസ്റ്റമർ. വാട്ട് ഈസ് ഇൻറ്റേർണൽ കസ്റ്റമർ? ഈച്ച് റിസീവ്സ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ഇൻ എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ ഇൻറ്റേർണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്കാണ് നമുക്ക് പ്രോഡക്റ്റ് പോകുന്നതെങ്കിൽ ഓരോ സെക്ഷനും അതിന് പ്രീവിയസ് ആയിട്ടുള്ള സെക്ഷൻ്റെ പ്രോഡക്റ്റുകൾ റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇൻറ്റേർണൽ കസ്റ്റമേഴ്സാണ്. ഈ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എല്ലാം ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടുമാണ്. എവറി പേഴ്സൺ ഇൻ എ പ്രോസസ് ഈസ് കൺസിഡേർഡ് എ കസ്റ്റമർ ഓഫ് ദ പ്രൊസീഡിങ് ഓപ്പറേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്കാണ് ഒരു പ്രോഡക്റ്റ് പോകുന്നതെങ്കിൽ ഓരോ സെക്ഷൻസ് ഒരുപാട് സെക്ഷൻസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓരോ സെക്ഷനും എന്താണ്?
ഇൻറ്റേർണൽ കസ്റ്റമേഴ്സാണ്. കാരണം എന്താണ്? എവറി പേഴ്സൺ ഇൻ എ പ്രോസസ് ഈസ് കൺസിഡേർഡ് ആസ് എ കസ്റ്റമർ ഓഫ് ദ പ്രൊസീഡിങ് ഓപ്പറേഷൻസ്. Then, a basic concept of TQM is an unwavering focus on customers, both internal and external. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലിനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, ഇൻറ്റേർണലിനെ ഫോക്കസ് ചെയ്യണം. കാരണം എക്സ്റ്റേണലിനെ ഫോക്കസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇൻറ്റേർണലിനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരു ഓർഗനൈസേഷന് ഡെലിവറി ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെലിവറി ചെയ്താലേ അത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സും എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ഒരുപോലെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻപുട്ട് ഫ്രം എക്സ്റ്റേണൽ കസ്റ്റമർ, ദെൻ ഇൻറ്റേർണൽ കസ്റ്റമർ, ഔട്ട്പുട്ട് ടു എക്സ്റ്റേണൽ കസ്റ്റമർ. ഇവിടുത്തെ എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന് പറയുന്നത് സപ്ലയേഴ്സാണ്. ആ സപ്ലയേഴ്സിൽ നിന്ന് പ്രോഡക്റ്റ് സ്വീകരിക്കുന്നു. ദെൻ ഒരു ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിന് അടുത്ത എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആകുന്ന ലെവലിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എക്സ്റ്റേണലിനെയും ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ ഡീൽ ചെയ്യണം. ദെൻ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിൽ തന്നെ എൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എൻഡ് പ്രോഡക്റ്റിന് വേണ്ട റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സും ഉണ്ട്. കാരണം സപ്ലയേഴ്സുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ എൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ദെൻ എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഈ 3 റിലേഷൻഷിപ്പ്, എൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ, എംപ്ലോയീസ്, സപ്ലയർ, ഈ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആയാൽ മാത്രമേ ബെസ്റ്റ് ഒന്നിലേക്ക് ഒരു ഓർഗനൈസേഷൻ സഞ്ചരിക്കാൻ പറ്റൂ, നല്ലൊരു മാർക്കറ്റ് പ്ലേസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ദെൻ ഈ കാണുന്നത് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോസസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് സപ്ലയേഴ്സ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടാകും. റോ മെറ്റീരിയൽസ് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടാകും. ദെൻ ആ സപ്ലയേഴ്സിൻ്റെ ഇൻപുട്ട് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോഡക്റ്റുകളിലേക്ക് മാറുന്നു. അപ്പോൾ ഇതാണ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ആർ സ്ട്രിക്ട്ലി എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള 2 പാരാമീറ്ററാണ് കസ്റ്റമറും സപ്ലയറും. പക്ഷേ നമ്മൾ ഇൻറ്റേർണൽ കസ്റ്റമർ, എക്സ്റ്റേണൽ കസ്റ്റമർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് സപ്ലയറുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സുണ്ട്, ദെൻ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ ട്രഡീഷണലായ ഒരു അപ്രോച്ചിൽ ഒരു സപ്ലയറും കമ്പനി നടക്കുന്ന കുറേ പ്രോസസ്സും ദെൻ ഫൈനൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റേർണൽ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് വരുമ്പോൾ അവിടെ സപ്ലയറുണ്ട്, ദെൻ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുണ്ട്, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ ഇവിടെ സപ്ലയറിൽ നിന്ന് പ്രോഡക്റ്റ് സ്വീകരിക്കുന്ന ഫസ്റ്റ് ഡിവിഷൻ നമുക്കിവിടെ ഫസ്റ്റ് നിന്ന് എടുക്കാം. അവരാരാണ്? കസ്റ്റമറാണ്. ദെൻ ഈ കസ്റ്റമർ പ്രോഡക്റ്റ് സ്വീകരിക്കുന്നു, ദെൻ അതിനെ റോ മെറ്റീരിയൽ സ്വീകരിക്കുന്നു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന്, ദെൻ അതിനെ പ്രോസസ്സ് ചെയ്ത് അടുത്ത ഡിവിഷനിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഡിവിഷൻ കസ്റ്റമർ ആകും, ഈ ഡിവിഷൻ സപ്ലയർ ആകും. ദെൻ അഗെയിൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഡിവിഷൻ സപ്ലയർ, ഈ ഡിവിഷൻ കസ്റ്റമർ. അപ്പം അത്തരത്തിൽ ആ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്നും മാറ്റം വന്നു. ദെൻ നമ്മൾ അടുത്ത് പോവുക ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ് ആൻഡ് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ്. താല്പര്യമില്ല, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഇഷ്ടപ്പെടാതെ പോയൊരു കസ്റ്റമർ ഉണ്ടാകും. ജസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയി, കാരണം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പോയൊരു കസ്റ്റമർ ഉണ്ടാകും. അതല്ല, എക്സ്ട്രാ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡിലൈറ്റ് മോഡിലേക്ക് മാറിയൊരു കസ്റ്റമർ ഉണ്ടാകും. മീൻസ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ കസ്റ്റമറിന് കിട്ടി. ദെൻ ആ ഒരു കസ്റ്റമർ ഡിലൈറ്റ് മോഡിലേക്ക് മാറും. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും എന്താന്ന് നോക്കാം.
Depending on the extent to which his requirements are met, എ കസ്റ്റമർ മേ ബി ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ 3 മോഡിലേക്ക് കസ്റ്റമേഴ്സ് മാറാനുള്ള സാധ്യതയുണ്ട്. ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, ഡിലൈറ്റഡ്. മീൻസ് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ ആ ലെവലിലേക്ക് പ്രോഡക്റ്റ് വന്നില്ല, കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വന്നില്ല. ദെൻ സാറ്റിസ്ഫൈഡ്, ഓക്കെ കസ്റ്റമർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റുമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ മേടിച്ച പ്രോഡക്റ്റ് ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാറ്റഗറിയാണ് സാറ്റിസ്ഫൈഡ്. ദെൻ അടുത്തത് ഡിലൈറ്റഡ്. മീൻസ് പ്രോഡക്റ്റ് വാങ്ങിച്ചു, വിലക്കുറവാണ്, ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ദെൻ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൂടുതലാണ്. ദെൻ ദ കസ്റ്റമർ വിൽ ബി ഇൻ എ ഡിലൈറ്റഡ് മോഡ്. മീൻസ് കസ്റ്റമർ കൂടുതൽ സന്തോഷവാനാക്കാൻ ആ ഒരു പ്രോഡക്റ്റിന് സാധിച്ചു. ദെൻ ഈ കാണുന്നതാണ് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മോഡൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വാട്ട് ഹീ ഗെറ്റ്സ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വാട്ട് ഹീ എക്സ്പെക്ട്സ്. ഒരു കസ്റ്റമർ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് എക്സ് ആക്സിസ്. ദെൻ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ വാട്ട് ഹീ ഗെറ്റ്സ്, എന്താണോ കസ്റ്റമർക്ക് കിട്ടിയത് അതാണ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ ആ എക്സ്പെക്റ്റേഷൻസ്, ദാറ്റ്സ് വൈ ആക്സിസ്, ദാറ്റ്സ് എക്സ് ആക്സിസ്. ആൻഡ് ഇൻ വൈ ആക്സിസ് വാട്ട് ഹീ ഗെറ്റ്സ്, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കസ്റ്റമർക്ക് കിട്ടി, അപ്പോൾ അതാണ് വൈ ആക്സിസ് വരിക. ദെൻ നമ്മൾ നോക്കുവാണ് സോൺ ഓഫ് ഡിസാറ്റിസ്ഫിക്കേഷൻ. സോൺ ഓഫ് ഡിസാറ്റിസ്ഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ കൂടുതലായിരുന്നു, പക്ഷേ കസ്റ്റമർക്ക് കിട്ടിയതോ ആ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് പോലും കിട്ടിയില്ല. അപ്പോൾ അവിടെ കസ്റ്റമർ ഹാപ്പി അല്ല ഉണ്ടാകും. അപ്പോൾ ഇതാണ് സോൺ ഓഫ് ഡിസാറ്റിസ്ഫിക്കേഷൻ. മീൻസ് കസ്റ്റമറിനെ ഹാപ്പി ആക്കാൻ ആ ഒരു പ്രോഡക്റ്റിന് സാധിച്ചില്ല. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത കുറേ ഫീച്ചേഴ്സ്, എക്സ്പെക്റ്റ് ചെയ്ത ക്വാളിറ്റി, എക്സ്പെക്റ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും ആ പ്രോഡക്റ്റിൽ വന്നില്ല. ദെൻ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതാവുന്നു. ദെൻ അതിനുശേഷമാണ് സോൺ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് തന്നെ കസ്റ്റമർക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണോ ആ എക്സ്പെക്റ്റേഷനും അതുപോലെ കസ്റ്റമർക്ക് കിട്ടേണ്ടത് എന്താണ് ഈക്വലായിട്ട് പോകും. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്തതൊക്കെ തന്നെ കസ്റ്റമർക്ക് കിട്ടി, സാറ്റിസ്ഫൈഡ്, ജസ്റ്റ് സാറ്റിസ്ഫൈഡ്. ദെൻ സോൺ ഓഫ് ഡിലൈറ്റ്. സോൺ ഓഫ് ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ എക്സ്ട്രാ ഹാപ്പിയായി മാറുന്ന ഒരവസ്ഥ. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളായിരുന്നു, ദെൻ കസ്റ്റമർക്ക് കിട്ടിയതോ കസ്റ്റമർ ആഗ്രഹിച്ചതിനേക്കാളും കസ്റ്റമർ ചിന്തിച്ചിട്ടില്ലാത്തതുപോലുമായിട്ടുള്ള ഫീച്ചേഴ്സ് അതിലുണ്ട്. അപ്പോൾ കസ്റ്റമർ അവിടെ ഡിലൈറ്റ് മോഡിലേക്ക് മാറുന്നു. അപ്പോൾ ഇതാണ് സോൺ ഓഫ് ഡിസാറ്റിസ്ഫിക്കേഷൻ, സോൺ ഓഫ് സാറ്റിസ്ഫിക്കേഷൻ, സോൺ ഓഫ് ഡിലൈറ്റ്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് കൂടുന്തോറും അതിൻ്റെ മീനിങ് എന്താണ്? കസ്റ്റമർ ഡിലേറ്റ് മോഡിലേക്ക് മാറുന്നു. സ്ലോപ്പ് കുറയും തോറും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒന്നിലേക്ക് മാറുന്നു. കാരണം കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റിനാവാതെ വരുമ്പോൾ അവിടെ സ്ലോപ്പ് കുറയുന്നു. Then the delayed, satisfied and dissatisfied customers are depend on his expectations and the performance of the product or service. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണോ, ദെൻ ഒരു കസ്റ്റമർക്ക് എന്ത് കിട്ടി എന്നുള്ളതിനെ ബേസ് ചെയ്താണ് കസ്റ്റമർ എക്സ്ട്രാ ഹാപ്പിയായി മാറിയോ, ജസ്റ്റ് ഹാപ്പിയായി മാറിയോ, ഐ എം നോട്ട് ഹാപ്പി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയോ എന്ന് മനസ്സിലാവുക. ദെൻ ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. എന്താണ് അതിന് കാരണം? എക്സ്പെക്റ്റ് ചെയ്ത ആ ലെവലിലേക്ക് പ്രോഡക്റ്റ് എത്തിയില്ല. ഇഫ് ദ എക്സ്പെക്റ്റേഷൻസ് ആർ ഹൈ ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്,
then the result will be dissatisfaction. അപ്പോൾ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു അപ് ടു ലെവൽ അതിലേക്ക് എത്തിച്ചേരാൻ പ്രോഡക്റ്റിന് സാധിച്ചില്ല. മേ ബി പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആകാം, ക്വാളിറ്റി ആകാം, അല്ലെങ്കിൽ ഡിസൈൻ ആകാം, എന്താണോ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത പാരാമീറ്റേഴ്സ്, അപ്പോൾ ആ പാരാമീറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു പ്രോഡക്റ്റിന് സാധിക്കാതെ വരുന്നു. If the performance is far below his expectations, the point will be in the zone of dissatisfaction. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് എന്താണോ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്ത് അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രോഡക്റ്റ് മാറിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അവിടെ വരും, ദ സോൺ ഓഫ് ഡിസാറ്റിസ്ഫിക്കേഷനിൽ വരും. കാരണം ആ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാൻ പ്രോഡക്റ്റിന് സാധിച്ചില്ല. ദെൻ അടുത്തതാണ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ. കസ്റ്റമർ ഓക്കെയാണ്, കസ്റ്റമർ ഹാപ്പിയാണ്, പ്രോഡക്റ്റ് മേടിച്ചു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇഫ് ഹിസ് റിക്വയർമെൻറ്റ്സ് ആർ ജസ്റ്റ് മെറ്റ് ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ ആഗ്രഹിച്ചത് അതൊക്കെ കസ്റ്റമർക്ക് കിട്ടി, പക്ഷേ കൂടുതലില്ല, കസ്റ്റമർ ആഗ്രഹിച്ച അത്രയും കസ്റ്റമർക്ക് കിട്ടി. ദെൻ ഹി ഈസ് സാറ്റിസ്ഫൈഡ്. ഇഫ് ദ പെർഫോമൻസ് മാച്ചസ് ദ എക്സ്പെക്റ്റേഷൻ ദെൻ ദ കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ എന്തൊക്കെയാണോ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് ആ റിക്വയർമെൻറ്റ്സിനെ ജസ്റ്റ് മീറ്റ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റിന് സാധിച്ചാൽ അവിടെ കസ്റ്റമർ ഹാപ്പിയാകും. ദെൻ അടുത്തതാണ് ഡിലൈറ്റ്. ഒരു കസ്റ്റമർ ഡിലൈറ്റ് മോഡിലേക്ക് എക്സ്ട്രാ ഹാപ്പിയായി മാറുന്നതെന്ന്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ കസ്റ്റമറിനെ ഈ ഡിലൈറ്റ് മോഡിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം, കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കസ്റ്റമർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, ചിന്തിക്കാത്ത ഫീച്ചേഴ്സ് ഒരു പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റ് കസ്റ്റമറിനെ കൂടുതൽ ഹാപ്പിയാക്കുക. ഡിലൈറ്റഡ് കസ്റ്റമർ, ഇഫ് ഹിസ് റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ എക്സീഡഡ് ഹി വിൽ ബി ഡിലൈറ്റഡ്. കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ്, ആഗ്രഹങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ക്വാളിറ്റി വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം തുടങ്ങി ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുക്കും മേലുള്ള ഒരു പ്രോഡക്റ്റാണ് കയ്യിലേക്ക് വന്നത് എങ്കിൽ എക്സ്ട്രാ ഹാപ്പി ആവും. ഇഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് പെർഫോമൻസ് എക്സീഡ്സ് ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ കസ്റ്റമർ then he is pleasantly surprised or delighted. കസ്റ്റമർ ഭയങ്കര ഹാപ്പിയായി മാറും. അപ്പോൾ ഡിലൈറ്റഡ് കസ്റ്റമേഴ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്തു, ഫോർ എക്സാമ്പിൾ ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ചിക്കൻ പീസ് അല്ലെങ്കിൽ ഒരു 2 ചിക്കൻ പീസാണെന്ന് കരുതുക. പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ ഒരു 4 കഷ്ണം ചിക്കൻ പീസ് ഉണ്ട് എങ്കിൽ അവിടെ കസ്റ്റമർ എക്സ്ട്രാ ഹാപ്പിയായി മാറും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു പ്രോഡക്റ്റ്. കാറാകാം, ബൈക്കാകാം, അതല്ല എങ്കിൽ ഒരു പെൻസിലാകാം, പെന്നാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ കസ്റ്റമറുടെ പ്രോഡക്റ്റ്. ഇപ്പോൾ കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഇതായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പക്ഷെ അതിനേക്കാൾ ഒരു പടി ഉയർന്ന ഫീച്ചേഴ്സ്, ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റിലേക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകും, ആ ഒരു ബ്രാൻഡിലേക്കും സാറ്റിസ്ഫൈഡ് ആകും. അങ്ങനെ ഓർഗനൈസേഷന് അവരുടെ കസ്റ്റമേഴ്സിനെ ആ ഓർഗനൈസേഷനിലേക്ക് റീറ്റെയിൻ ചെയ്ത് നിർത്താൻ ഇതുവഴി സാധിക്കും. സോ എപ്പോഴും കസ്റ്റമേഴ്സിനെ ഡിലൈറ്റ് മോഡിലേക്ക് മാറ്റുക എന്നുള്ളതിലാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്. If the performance exceeds well beyond the expectations, the point will be in the zone of delight. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡയഗ്രത്തിൽ ആ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസിനെ എക്സീഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൺ ഓഫ് ഡിലൈറ്റ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറാൻ സാധിക്കും. ദെൻ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോവുക കുറച്ച് ടേമുകളാണ്. എന്തൊക്കെയാണ് ഫീഡ്ബാക്ക്, എന്തൊക്കെയാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ, എക്സെട്ര എക്സെട്ര. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ദെൻ താങ്ക് യു.